ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥി സരിത പ്രഭാകരന്റെ ഫ്ലെക്സ് ബോർഡ് കത്തിച്ചതിൽ ശക്തമായ പ്രതിഷേധം. പരാജയ ഭീതിയിൽ ആക്രമം അഴിച്ചുവിടുവാനുള്ള ശ്രമമാണെന്നും വോട്ടിലൂടെ മറുപടി നൽകണമെന്നും TA രാധാകൃഷ്ണൻ പറഞ്ഞു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 23-ാം വാർഡ് UDF സ്ഥാനാർത്ഥി സരിത പ്രഭാകരന്റെ ഫ്ലെക്സ് ബോർഡ് കത്തിച്ച സംഭവത്തിൽ UDF ശക്തമായി പ്രതിഷേധിച്ചു. പരാജയഭീതി പൂണ്ട ചിലരാണ് അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറി TA രാധാകൃഷ്ണൻ പറഞ്ഞു. ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്ക് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ ചേലക്കര പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള പ്രവർത്തനങ്ങളുമായി UDFന്റെ പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ജനാധിപത്യ രീതിയിൽ അതിന് നേരിടാൻ കഴിയാതെ പരാജയ ഭീതി പൂണ്ട് സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ഉൾപ്പെടെയുള്ള പ്രചരണ സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് 23-ാം വാർഡിൽ മത്സരിക്കുന്ന സരിതാ പ്രഭാകരൻ എന്ന സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് അവിടെ വെച്ചിരുന്നു. ആ ഫ്ലെക്സ് നശിപ്പിച്ചു. അതുപോലെ തന്നെ പുലാക്കോട് കേശവൻകുട്ടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവിടെ പ്രചരണ ബോർഡ് വെച്ചിരുന്നു. ആ പ്രചരണ ബോർഡ് നശിപ്പിച്ചു. എന്ത് വില കൊടുത്തും അത്തരം പ്രവർത്തനങ്ങളെ അതിജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ആരും ഇവിടെ ആ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥികളെ UDFന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാമെന്ന ഉദ്ദേശത്തോടുകൂടി ആരും മലക്കണ്ട എന്നുള്ളത് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചേലക്കര പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ UDF ഭരിക്കുന്ന കാലത്ത് മാത്രമാണ് എന്തെങ്കിലും ഇന്ന് കാണുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് UDFന് അവകാശപ്പെട്ട നേട്ടങ്ങളാണ്. ഒരു നേട്ടവും LDFന് അവകാശപ്പെടാൻ കഴിയില്ല. അതുതന്നെയാണ് ഇന്ന് LDFന്റെ പരാജയഭീതി. ആ പരാജയഭീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് UDF മുന്നേറും ഈ ഭരണം തിരിച്ചു പിടിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്.